ചോറ്റാനിക്കരയിലെ അടഞ്ഞുകിടക്കുന്ന വീട്ടിനകത്ത് പിടിച്ചിലൊരു തലയോട്ടിയും ശരീരഭാഗങ്ങളും. കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു അത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ചോറ്റാനിക്കരയിലെ അടഞ്ഞുകിടക്കുന്ന വീടും പരിസരത്തിലും സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം വളരെ കൂടുതലായി. നിരന്തരം സാമൂഹ്യ വിരുദ്ധന്മാർ അവിടെ സമ്മേളിക്കുന്നു. അത് എറണാകുളത്തുള്ള വൈറ്റിലയിലുള്ള ഒരു ഡോക്ടറുടെ വീടും പരിസരങ്ങളുമാണ് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഏതായാലും സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം കൂടിയപ്പോൾ ചോറ്റാനിക്കരയിലെ പോലീസ് ആ വീട് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്തകൾ, ആ സംഭവം അവർ കണ്ടത്. കാരണം വർക്ക് ചെയ്യാത്ത ഒരു പഴയ ഫ്രിഡ്ജ്, അത് തുറന്നു നോക്കിയപ്പം അതിനകത്ത് ഒരു തലയോട്ടി, മാംസഭാഗങ്ങളൊന്നുമില്ല, തലയോട്ടിയാണ്. അതേ സമയത്ത് ആ ഫ്രിഡ്ജിനകത്ത് ചില പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളും എല്ലും കഷ്ണങ്ങളും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് എത്ര ദിവസം പഴക്കമുള്ളതാണ് അല്ലെങ്കിൽ എത്ര മാസം പഴക്കമുള്ളതാണ് ഈ ബോഡി എന്നറിയില്ല. എന്തായാലും പോലീസ് ഇതേ സംബന്ധിച്ച് പുതിയ കേസെടുത്തു. ആ വീടിന്റെ ഉടമസ്ഥനെ ആരായിരുന്നു അവിടെ താമസിച്ചത്, ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിരുന്നോ, എന്തുകൊണ്ടാണ് ഇത് അബാൻഡൻ ചെയ്ത് ഇത് അടഞ്ഞു കിടക്കുന്നത്? ചോറ്റാനിക്കരയും പരിസരങ്ങളൊക്കെ ഇതുപോലുള്ള വീടുകൾ അത്രയും വിലയേറിയ സ്ഥലങ്ങളുള്ള അല്ലെങ്കിൽ കെട്ടിടങ്ങളുള്ള ഒരു ഏരിയയാണ്. അവിടെ ഇങ്ങനെയുള്ള വിജനമായ ഒരു കെട്ടിടം അല്ലെങ്കിൽ വിജനമായ ഒരു സ്ഥലത്ത് ഒരു കെട്ടിടം 15 വർഷത്തിൽ കൂടുതൽ അടഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ഉടമസ്ഥനുണ്ടോ, അതോ ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ആണോ, എങ്ങനെയാണ് അത് അബാൻഡൻ ചെയ്ത് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ കിടക്കാൻ കാരണമെന്ന് പോലീസ് ഇപ്പം അന്വേഷിക്കും. എന്തായാലും അവസാനം അവിടെ താമസിച്ചത് ആര്, അത് പോലീസ് കണ്ടെത്തണം. അവരിൽ നിന്ന് അന്വേഷണം തുടങ്ങണം. കാരണം ഇതിൻ്റെ DNA എടുത്തിട്ട് ആരെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടോ, ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ, അതോ ഏറ്റവും അവിടെ താമസിച്ച ആരെങ്കിലും വേറെ ആരെങ്കിലും വകവരുത്തി ഫ്രിഡ്ജിനകത്ത് കയറ്റിയതാണ്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇനി പോലീസ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 15 വർഷം എന്ന് പറയുന്ന ചില വാർത്തകൾ വന്നപ്പോൾ 30 വർഷത്തോളം ആയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഫ്രിഡ്ജിനകത്ത് ഒരു തലയോട്ടി വന്ന സ്ഥിതിക്ക് അത് മറ്റു മനുഷ്യരാരെങ്കിലും അങ്ങനെ കയറ്റി വെക്കാനേ പറ്റുള്ളൂ. അത് തന്നെയല്ല, ശരീരഭാഗങ്ങളെല്ലാം വെട്ടിക്കീറി ചെറിയ കഷ്ണങ്ങളും എല്ലും കഷ്ണങ്ങളും ഒക്കെ ചില പ്ലാസ്റ്റിക് കവറിനകത്ത് അതേ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പം ഇത് വർക്ക് ചെയ്യുന്ന സമയത്താണോ ഇത് അതിനകത്ത് കയറ്റി വെച്ചത്, അതോ അല്ലാത്ത സമയത്താണോ, അതോ സാമൂഹ്യ വിരുദ്ധന്മാരാരെങ്കിലും കൊണ്ടുവന്ന് അവിടെ കൊന്ന് ഇതുപോലെ ചെയ്തു വെച്ചതാണോ? പക്ഷേ ഉടമസ്ഥന്, ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആര്, അതിപ്പം മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ വകയാണ്. അദ്ദേഹം വിദേശത്തായിരുന്നോ ഇവിടെയായിരുന്നു, അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ വീട് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇട്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ. ഏറ്റവും അവസാനം അവിടെ താമസിച്ച ആരാണെന്ന് കണ്ടെത്തണം. അവരിൽ മുതലേ അന്വേഷണം തുടങ്ങിയെങ്കിലേ ഇത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുകയുള്ളൂ. ഏതായാലും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെ. കാരണം 15 വർഷമെന്ന് ചില പത്രങ്ങളിലും ചില ചാനലുകളിലും വാർത്ത വന്നെങ്കിലും 30 വർഷത്തോളമായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഡോക്ടറെ കണ്ട് അവിടെ മുതൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും ചോറ്റാനിക്കര പോലീസ്. പക്ഷേ കേരളത്തിലെ ഇതുപോലെ ഉള്ള സംഭവങ്ങൾ വളരെ റെയറായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇവിടെ ഒരു വീടും ഇതുപോലെ അബാൻഡൻ ചെയ്ത് കിടക്കാനുള്ള സ്ഥലമില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ സാമൂഹ്യ വിരുദ്ധന്മാർ കയറിയാലും ആ വിവരങ്ങളൊക്കെ പുറത്തു വരും. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഒരു തലയോട്ടിയും ശരീരഭാഗങ്ങളും ഇരിക്കുന്നത് എന്തുകൊണ്ട് സാമൂഹ്യ വിരുദ്ധന്മാരുടെ പോലും ശ്രദ്ധയിൽപ്പെട്ടില്ല? അവരിലുള്ള ആരെങ്കിലും കൊന്നിട്ടാണോ വെച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെ അന്ന് ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഒരു വളരെ വർഷങ്ങൾ പഴക്കമുള്ള ബോഡി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരെങ്കിലും എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കൊന്ന് ഫ്രിഡ്ജിനകത്ത് കയറ്റിയതാണോ എന്നും അറിയില്ല. എന്തായാലും ചോറ്റാനിക്കര പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉടമസ്ഥനെ കണ്ട് അവർ ചോദ്യം ചെയ്ത് ഇനി ആ അവസാനം താമസിച്ചത് ആരാണ് എന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ അവിടെ മുതൽ അന്വേഷണം തുടങ്ങാൻ കഴിയുള്ളൂ.